ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത്. നിതീഷ് കുമാറും ബിജെപിയും തമ്മിലുള്ള സഖ്യം അവസരവാദപരമാണ് എന്നാണ് ഖാർഗെ ആരോപിച്ചിരിക്കുന്നത്. മാത്രമല്ല, വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ പരാജയപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ട കോൺഗ്രസ് നേതാവ് കുർക്കിസിക്ക്, അതായത് കസേരയ്ക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി മാറിയതെന്നാണ് പറയുന്നത്. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സർക്കാരിനെ വോട്ട് ചെയ്ത് പുറത്താക്കണമെന്നാണ് ഖാർഗെ ബീഹാറിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിതീഷ് കുമാറും ബിജെപിയും തമ്മിലുള്ള സഖ്യം അവസരവാദപരമാണ്, അത് സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നല്ലതല്ല എന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാത്രം നിതീഷ് കുമാർ പാർട്ടി മറന്നുവെന്നും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ പ്രത്യയശാസ്ത്രവുമായി JDU മേധാവി കൈകോർത്തിരിക്കുകയാണ് എന്നും വികസനത്തെക്കാൾ ഭിന്നിപ്പിക്കുന്ന വിഷയത്തിലാണ് സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് ഖാർഗെ അടുത്തിടെ നടന്ന പാർലമെന്റ് സമ്മേളനത്തെയും പരാമർശിക്കുകയും ചെയ്തു. അടുത്തിടെ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം അവസാനിച്ചു. ആ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം വഖഫ് ബില്ലായിരുന്നുവെന്നും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കുറിച്ച് സംസാരിച്ചും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വോട്ട് നേടാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് മോദിജിയും BJPയും പ്രവർത്തിക്കേണ്ടത് എന്നതായിരുന്നു അദ്ദേഹം ചോദിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻകാല വാഗ്ദാനങ്ങളുടെ പേരിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ അവസ്ഥയെ ഖാർഗെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. 2015 ഓഗസ്റ്റ് 18 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തത് 1.25 ലക്ഷം കോടി രൂപയുടെ പാക്കേജിന് എന്ത് സംഭവിച്ചുവെന്നും ബീഹാറിലെ ജനങ്ങൾ നിതീഷ് കുമാറിനോട് ഇത് ചോദിക്കണമെന്നും അതുപോലെ മോദിജി നുണകളുടെ ഒരു ഫാക്ടറി നടത്തുകയാണ് എന്നാണ് ഖാർഗെ ആരോപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രതിപക്ഷ ബ്ലോക്കിനെ പിന്തുണയ്ക്കാൻ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സർക്കാരിനെ പുറത്താക്കണമെന്നും അടുത്ത സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ മഹാസഖ്യ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഖാർഗെ. അതേസമയം കർണാടക സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നത്. സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനുമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ സർക്കാരിനെ താഴെയിറക്കുമെന്ന് മോദി പറഞ്ഞിട്ടുണ്ട് എന്നും സൂക്ഷിക്കണമെന്നായിരുന്നു ഖാർഗെ പറഞ്ഞത്. കർണാടക സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നതിനിടയിലായിരുന്നു ഖാർഗെ പുതിയ ആരോപണവുമായി രംഗത്ത് വന്നതും. ഖാർഗെയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുതന്നെ ആയാലും നിങ്ങൾ ഐക്യപ്പെട്ട് തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ ശ്രദ്ധ വേണം. വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും മുഖ്യമന്ത്രിയോടും DK ശിവകുമാർ ഇങ്ങനെയാണ് പറഞ്ഞതും. സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ അധികാര വടംവലി നടക്കുന്നുവെന്ന വാർത്തകൾ അടുത്തിടെയായിരുന്നു പുറത്തു വന്നത്. കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് വകവയ്ക്കാതെ തന്നെ മഹാകുംഭമേളയിലും DK ശിവകുമാർ പങ്കെടുത്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇരുവരും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന കാര്യങ്ങൾ ഖാർഗെ തന്നെ പരസ്യപ്പെടുത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.